ഇന്ത്യക്ക് തന്നെ സ്വർഗം പോലെ തോന്നിക്കുന്ന ഒരു രാജ്യമുണ്ട്, മാലിദ്വീപ്. നീലനിറത്തിൽ തെളിഞ്ഞ കടൽ ജലം, വെള്ള മണൽ നിറഞ്ഞ ബീച്ചുകൾ, കടലിന് മീതെ നിർമ്മിച്ച വാട്ടർ വില്ലകൾ. ഹണിമൂണിനും അവധിക്കാലത്തിനുമായി ലോകമെങ്ങും നിന്ന് ആളുകൾ എത്തുന്ന രാജ്യമാണിത്. ഈ വീഡിയോയിൽ മാലിദ്വീപിൽ കാണാനും ചെയ്യാനുമുള്ള മികച്ച 15 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി വാട്ടർ വില്ലയിലെ താമസം. മാലിദ്വീപ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് തന്നെ കടലിന് മീതെ നിർമ്മിച്ചിരിക്കുന്ന ആ വാട്ടർ വില്ലകളാണ്. മുറിയുടെ വാതിൽ തുറന്നാൽ നേരെ സമുദ്രം, ജാലകത്തിന് അടിയിൽ നീന്തുന്ന മത്സ്യങ്ങൾ. അത്തരമൊരു രാത്രിയിൽ ഇവിടെ ചിലവഴിക്കുന്നത് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒരു സ്വപ്നം പോലെ നിങ്ങൾക്ക് തോന്നും. രണ്ടാമതായി സ്നോർക്കലിംഗ്. ഇവിടുത്തെ കടൽ അത്രയും സുതാര്യമാണ്, കണ്ണു തുറന്നാൽ തന്നെ അടിയിലേക്ക് നോക്കാം. അതിനാലാണ് സ്നോർക്കലിംഗ് ഇത്രയും പ്രശസ്തമായത്. സഞ്ചാരികൾക്ക് കടലിനടിയിലെ അത്ഭുതകരമായ ലോകം കാണാനുള്ള ഏറ്റവും മികച്ച മാർഗമാണിത്. മിക്ക റിസോർട്ടുകൾക്കും അവരുടേതായ ഹൗസ് റീഫുകളുണ്ട്. വില്ലകളിൽ നിന്ന് നേരിട്ട് കടലിലേക്ക് ഇറങ്ങി സ്നോർക്കലിംഗ് ചെയ്യാൻ ഇത് സൗകര്യപ്രദമാണ്. പവിഴപ്പുറ്റുകളും നിറയെ മത്സ്യങ്ങളും, പ്രകൃതിയോടടുക്കുന്ന ഒരു മനോഹര നിമിഷം. മൂന്നാമതായി സ്കൂബ ഡൈവിംഗ്. മാലിദ്വീപിലെ സ്കൂബ ഡൈവിംഗ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അനുഭവങ്ങളിലൊന്നാണ്. കടലിനടിയിലെ വർണ്ണാഭമായ പവിഴപ്പുറ്റുകളും സ്രാവുകൾ, മന്ദാറകൾ തുടങ്ങി വൈവിധ്യമാർന്ന ജീവികളും ഇവിടുത്തെ പ്രത്യേകതയാണ്. കടലിന്റെ അകത്തേക്കെത്തി ലോകം മറ്റൊന്നാണെന്ന് തോന്നിക്കുന്ന ദൃശ്യങ്ങൾ കാണണമെങ്കിൽ സ്കൂബ ഡൈവിംഗ് മസ്റ്റ് ട്രൈ ആണ്. നാലാമതായി ഡോൾഫിൻ വാച്ചിങ്. മാലിദ്വീപിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നാണ് കടലിലെ ഡോൾഫിനുകളെ കാണുന്നത്. കടലിൽ ചാടിക്കളിക്കുന്ന ഡോൾഫിനുകളെ അടുത്തുനിന്ന് കാണുന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു അനുഭവമാകും നിങ്ങൾക്ക്. ചിലയിടങ്ങളിൽ അവ ബോട്ടിനൊപ്പം ഓടുകയും ചെയ്യും. അഞ്ചാമതായി സൺസെറ്റ് ദൗ ക്രൂയിസ്. മാലിദ്വീപിൽ സൺസെറ്റ് ദൗ ക്രൂയിസ് എന്നത് പരമ്പരാഗത മാലദ്വീപിയൻ ബോട്ടിൽ കടലിന്റെ നടുവിലേക്ക് സൂര്യാസ്തമയം കാണാനുള്ള യാത്രയാണ്. ഇത് സഞ്ചാരികൾക്ക് വളരെ റൊമാൻറ്റിക്കായ ഒരു അനുഭവമാണ് നൽകുന്നത്. ഓറഞ്ച് നിറത്തിൽ മങ്ങുന്ന ആകാശവും കടലിന്റെയും ചേർന്ന അതിമനോഹരമായ ജീവിതമൊട്ടാകെ ഓർക്കാവുന്ന ഒരു ഓർമ്മ. ആറാമതായി സാൻഡ് ബാങ്ക് പിക്നിക്. മാലിദ്വീപിലെ ഏറ്റവും മനോഹരവും ഏകാന്തവുമായ അനുഭവങ്ങളിൽ ഒന്നാണ് സാൻഡ് ബാങ്ക് പിക്നിക്. കടലിന് നടുവിൽ വെള്ളമണൽ മാത്രമുള്ള ചെറിയ ദ്വീപുകളാണ് സാൻഡ് ബാങ്കുകൾ. കടലിന് നടുവിൽ നിലകൊള്ളുന്ന ഈ ചെറിയ മണൽത്തിട്ടകൾക്ക് ചുറ്റും തെളിഞ്ഞ നീല നിറത്തിലുള്ള വെള്ളമായിരിക്കും. വെള്ളത്തിനു മുകളിൽ പൊങ്ങി നിൽക്കുന്ന ആ ചെറിയ മണൽത്തിട്ടയിൽ ഒരു ദിവസം ചിലവഴിക്കുക തന്നെ ഒരു അനുഭവമാണ്. മിക്കപ്പോഴും ഒരു ഗ്രൂപ്പിനോ ദമ്പതികൾക്കോ വേണ്ടി മാത്രമായിരിക്കും സാൻഡ് ബാങ്ക് നൽകുന്നത്. ഇത് പൂർണ്ണമായ സ്വകാര്യത ഉറപ്പാക്കുന്നു. ഏഴാമതായി അണ്ടർ വാട്ടർ റെസ്റ്റോറന്റ്. മാലിദ്വീപിലെ ചില റിസോർട്ടുകളിൽ കടലിന്റെ അടിയിൽ നിർമ്മിച്ച റെസ്റ്റോറന്റുകളുണ്ട്. ഇത് ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു അനുഭവമാണ്. ഗ്ലാസിന് പുറത്ത് നീന്തുന്ന മത്സ്യങ്ങളെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായും വേറിട്ടൊരു ലോകം തന്നെയാണ്. എന്നാൽ അണ്ടർ വാട്ടർ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കുന്നത് വളരെ ചിലവേറിയതാണെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. എട്ടാമതായി ഐലൻഡ് ഹോപ്പിംഗ്. 100 കണക്കിന് ചെറുദ്വീപുകളാൽ നിറഞ്ഞ മാലിദ്വീപിലെ വിവിധ ദ്വീപുകൾ സന്ദർശിച്ച് അവിടുത്തെ വൈവിധ്യമാർന്ന കാഴ്ചകൾ ആസ്വദിക്കുന്ന രീതിയാണ് ഐലൻഡ് ഹോപ്പിംഗ്. ബോട്ടിൽ കയറി പല ദ്വീപുകളും സന്ദർശിക്കുന്നത് ഇവിടെ എത്തുന്ന യാത്രക്കാരുടെ പ്രിയപ്പെട്ട ആക്ടിവിറ്റിയാണ്. ഒൻപതാമതായി ലോക്കൽ ഐലൻഡ് വിസിറ്റ്. മാലിദ്വീപിലെ ലോക്കൽ ഐലൻഡ് വിസിറ്റ് എന്നത് റിസോർട്ടുകളിലെ ആഡംബരത്തിനപ്പുറം അവിടുത്തെ യഥാർത്ഥ ജീവിത രീതികളും സംസ്കാരവും അടുത്തറിയാനുള്ള അവസരമാണ്. റിസോർട്ടുകളിലെ താമസത്തിനും ഭക്ഷണത്തിനുമുള്ള ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലോക്കൽ ഐലൻഡുകളിലെ താമസവും വിനോദങ്ങളും വളരെ ചെലവ് കുറഞ്ഞതാണ്. മാലദ്വീപ് ജനതയുടെ ആതിഥ്യമര്യാദയും പരമ്പരാഗത ജീവിത രീതികളും മനസ്സിലാക്കുന്നത് ഒരു യഥാർത്ഥ സംസ്കാരാനുഭവം തന്നെയായിരിക്കും. 10ാമതായി ബീച്ച് റിലാക്സേഷൻ. മാലദ്വീപിലെ ബീച്ചുകൾ ലോകപ്രശസ്തമാണ്. അവ വിശ്രമത്തിനും മനസ്സിന് ശാന്തത നൽകുന്നതിനും ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. മാലദ്വീപിലെ ബീച്ചുകളുടെ പ്രധാന ആകർഷണം പൗഡർ പോലുള്ള മൃദുവായ വെളുത്ത മണലാണ്. വെള്ള മണൽ നിറഞ്ഞ ബീച്ചിലിരുന്ന് കടലിന്റെ ശബ്ദം കേട്ട് സമയം ചെലവിടുന്നത് തന്നെ മാലദ്വീപിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ്. 11ാമതായി ടർട്ടിൽ വാച്ചിങ്. മാലദ്വീപിലെ കടലാമകളെ കാണുന്നത് സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ്. ലോകത്ത് കാണപ്പെടുന്ന 7 ഇനം കടലാമകളിൽ 5 ഇനങ്ങളെയും മാലദ്വീപിൽ കാണാൻ സാധിക്കും. കടലിൽ സ്വയം ഒഴുകി നീങ്ങുന്ന ആമച്ചന്മാർ, അവരെ കാണാനുള്ള ടർട്ടിൽ സഫാരി പല റിസോർട്ടുകളും ഒരുക്കുന്നുണ്ട്. 12ാമതായി മന്ദാറൈസ് ആൻഡ് വെയിൽ ഷാർക്സ്.
മാലിദ്വീപ് സന്ദർശിക്കുമ്പോൾ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് കടലിലെ ഭീമന്മാരായ മന്ദാരകളെയും വെയിൽ ഷാർക്കുകളെയും കാണുക എന്നത്. മന്ദാറെ വെയിൽ ഷാർക്ക് ട്രിപ്പുകൾക്ക് നിങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നോ ലോക്കൽ ഐലൻഡിൽ നിന്നോ ബുക്ക് ചെയ്യാവുന്നതാണ്. 13-ാമതായി വാട്ടർ സ്പോർട്സ്. മാലിദ്വീപ് സന്ദർശിക്കുമ്പോൾ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി വൈവിധ്യമാർന്ന ജലവിനോദങ്ങൾ ഇവിടെ ലഭ്യമാണ്. ജെറ്റ് സ്കീ, പാരാസൈലിംഗ്, കയാക്കിംഗ്, ഫ്ലൈബോർഡിംഗ്. അതെ, സാഹസികരായവർക്ക് ഇവിടെ ഓരോ ദിവസവും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. 14-ാമതായി സ്പാ ആൻഡ് വെൽനസ്. മാലിദ്വീപിലെ സ്പാ ആൻഡ് വെൽനസ് ചികിത്സകൾ ലോകപ്രശസ്തമാണ്. ശാന്തമായ അന്തരീക്ഷവും പ്രകൃതിദത്തമായ ചികിത്സാരീതികളും ശരീരത്തിനും മനസ്സിനും പൂർണ്ണമായ വിശ്രമം നൽകുന്നു. ഹണിമൂൺ പാക്കേജുകളിലും മറ്റും പലപ്പോഴും സ്പാ വൗച്ചറുകൾ ഉൾപ്പെടുത്താറുണ്ട്. മാലിദ്വീപിലെ കടലിന്റെ ശബ്ദത്തോടൊപ്പം നടത്തുന്ന സ്പാ തെറാപ്പി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ റിലാക്സ് ചെയ്യുന്നു. 15-ാമതായി റൊമാൻറ്റിക് ആൻഡ് ലൈറ്റ് ഡിന്നർ. മാലിദ്വീപിലെ ഏറ്റവും റൊമാൻറ്റിക് അനുഭവങ്ങളിൽ ഒന്നാണ് ബീച്ചിലോ വാട്ടർ വില്ലയിലോ ഉള്ള കാൻഡിൽ ലൈറ്റ് ഡിന്നർ. മെഴുകുതിരികളുടെ വെളിച്ചത്തിൽ കടൽ തീരത്തെ തിരമാലകളുടെ ശബ്ദം കേട്ട് ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കി ഭക്ഷണം കഴിക്കാം. ഇത് ദമ്പതികൾക്ക് അവിസ്മരണീയമായ ഒരു അനുഭവം നൽകുന്നു. മാലിദ്വീപിലെ ഈ പ്രത്യേക അനുഭവം നിങ്ങളുടെ യാത്രയെ കൂടുതൽ മനോഹരമാക്കും. മാലിദ്വീപ് ഒരു യാത്ര മാത്രമല്ല, നമുക്ക് ഓരോ നിമിഷവും ഓർമ്മയായി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ 15 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ എന്ന് തോന്നുന്നത്? കമന്റ് ചെയ്ത് പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു യാത്രാ വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.